പൊങ്കാല വെറും ഒരു പാചക നേർച്ചയല്ല, അത് പഞ്ചതത്വങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ എന്തെല്ലാമാണ്? ഹിന്ദു ദർശനപ്രകാരം സൃഷ്ടി രൂപപ്പെടുന്നത് 5 അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഭൂമി തത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊങ്കാല മൺചട്ടിയിലിടുന്നത്. അടുപ്പ്, നാം ഇരിക്കുന്ന നിലം എല്ലാം ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് സ്ഥിരതയും സ്ഥിതിയും കൂട്ടുന്നു. ജലം, പൊങ്കാല പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം, ശുദ്ധിയും ജീവനും നമ്മളുടെ പ്രതിനിധീകരിക്കുകയാണ്. മനസ്സിൻ്റെ ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. അഗ്നി, പൊങ്കാലയുടെ ഹൃദയമാകുന്നു. തീ, അഗ്നി നമ്മളിനകത്തുള്ള ആ കൽമഷഭാവങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ താപം അല്ലെങ്കിൽ കോപം എല്ലാം തന്നെ അതിലേക്ക് ഉരുക്കി ഒഴിക്കേണ്ടതാണ്. നമ്മുടെ ദുഃഖങ്ങളോ അഹങ്കാരം അഗ്നിയിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകം. വായു, തീ ജ്വലിക്കാൻ വായു ആവശ്യമാണ്. പ്രാണശക്തിയും ജീവവായുവും നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആയതിനാൽ പഞ്ചപ്രാണനെയും ഏകീകരിക്കലാണ് അതിലൂടെ ചെയ്യേണ്ടത്. ആകാശം, പൊങ്കാല നടക്കുന്ന തുറസ്സായ ആകാശത്തിന് കീഴിലാണ്. ആകാശം വിശാലതയെയും ദൈവിക സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു. അനന്തപുരയിലുള്ള ആറ്റുകാൽ ക്ഷേത്രം കേരളത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം മാത്രമല്ല, അതൊരു മാതാവിൻ്റെ കരുതലാണ്, ഒരു ആശ്വാസമാണ്, ഒരു ആത്മശക്തിയാണ്. പൊങ്കാല വെറും ഒരു നേർച്ചയാണോ? അല്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ പലപ്പോഴും തളരാം, വേദനകൾ വരാം, പ്രതീക്ഷകൾ വിപരീതമായി സംഭവിക്കാം. അത്തരം നിമിഷങ്ങളിൽ മനസാന്നിധ്യം കൈവിടാണ്ട് തീ കൊളുത്തി ഒരു മൺചട്ടിയിലാക്കി ആ തീ അരിപൊരിയായി പൊങ്ങുമ്പോൾ അത് വെറും പായസം മാത്രമാകുന്നില്ല, അത് നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയുമായിട്ടാണ് പൊങ്ങുന്നത്. പൊങ്കാല ചെയ്യുന്നത് എന്തിനാണ്? നന്ദി പറയാനായിട്ട്, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ട്, ഈ മനുഷ്യജന്മത്തിനായിട്ട്, വിശ്വാസം പുതുക്കാൻ, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസം വീണ്ടും ഉറപ്പിക്കാൻ, മനസ്സ് ശുദ്ധമാക്കാൻ, അഹങ്കാരം, ദുഃഖം, അസൂയ, കോപം, താപം എല്ലാം ആ തീയിൽ സമർപ്പിക്കാൻ. പൊങ്കാല ഒരു അപേക്ഷ മാത്രമല്ല, അതൊരു ബന്ധമാണ്, ഒരു മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധം. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് അമ്മയെ വിളിക്കുമ്പോൾ അതൊരു മഹോത്സവം മാത്രമല്ല, അത് സ്ത്രീകളുടെ ഉണർവാണ്, അത് ഐക്യത്തിൻ്റെ സന്ദേശമാകുന്നു. അതുകൊണ്ടാണ് അനുഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്, കൂടാതെ അമ്മയുടെ നിറസാന്നിധ്യം അനുഭവിക്കാൻ, സ്വയത്തെ കണ്ടെത്താൻ, വിശ്വാസത്തോടെ വീണ്ടും എഴുന്നേൽക്കാൻ. ആറ്റുകാൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്, നീ ഒരിക്കലും ഒറ്റയാളല്ല എന്ന സത്യം. അമ്മയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.